കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലൊന്ന് പൂരി ഉണ്ടാക്കി നോക്കൂ. രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും നമ്മൾ ഗോതമ്പ് പൊടി, മൈദ, റവ ഇതൊക്കെ കൊണ്ടല്ലേ പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൂരി ഉണ്ടാക്കി നോക്കൂ. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പും ഗോതമ്പ് പൊടിയും കൊണ്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയുമാണ്. അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നന്നായിട്ട് ഇത് പൊങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളിത് മുറിച്ച് നോക്കുമ്പോൾ നല്ല ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ലേ ഇത് വലിയ പാടുള്ള പരിപാടിയാണെന്ന്. പക്ഷെ ഒരു പാടുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അരക്കപ്പ് ചെറുപയർ പരിപ്പ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഈ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് വെക്കാം. ഞാനിത് രാവിലെ 6 മണിക്കാണ് ഇത് വെള്ളത്തിലിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കിട്ടും. 8 മണിയാകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഞാനിത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുത്തു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലവണ്ണം ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അധികം വെള്ളമില്ലാതെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ 2 കഷ്ണം ചെറിയ വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒരു വലിയ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർക്കേണ്ടതായിരുന്നു ആദ്യം അരയ്ക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഞാനത് മറന്നു പോയതുകൊണ്ട് ഒന്ന് അരച്ചതിന് ശേഷം വീണ്ടും അത് ചേർത്തിട്ട് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രത്തോളം പോലും അയവ് വേണ്ട നമ്മുടെ മാവിന്. അതായത് നമ്മൾ പരിപ്പ് അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റായിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ അതായത് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ചേർക്കത്തില്ലേ, അതെല്ലാവർക്കും അറിയാമല്ലോ. അതും നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും മാത്രം ചേർത്തിട്ട് അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. അതിനാണ് വെള്ളം കൂടുതൽ ചേർത്ത് നമ്മൾ പരിപ്പ് അരയ്ക്കരുതെന്ന് പറയുന്നത്. പൂരിക്ക് എപ്പോഴും ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഞാനൊരു കട്ടിംഗ് ബോർഡിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ബ്രഷ് ചെയ്തെടുത്തിട്ട് തന്നെ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. പരിപ്പ് ചേർത്തായതുകൊണ്ട് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് എണ്ണ ചേർത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. ഇതേപോലെ പരത്തിയെടുക്കുക. നോർമലായിട്ട് നമ്മൾ പൂരിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. ഇത് നിങ്ങൾക്ക് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം കേട്ടോ. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് എണ്ണ ചേർത്തിട്ട് അത് വേസ്റ്റ് ആക്കണ്ട, ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കണ്ട എന്ന് വെച്ചിട്ടാണ് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നോക്കൂ, ഇത് ആദ്യം ഇട്ടപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇപ്പുറത്തെ വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുമുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അതിനുശേഷം ഇപ്പുറത്തെ സൈഡ് 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്നും നമ്മൾ തവി തട്ടിക്കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ഇത് കിട്ടും. കണ്ടല്ലോ, രണ്ടാമതും ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അതും നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇച്ചിരി എണ്ണ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നോളും. അപ്പോൾ ദേ പൂരി എത്ര പെട്ടെന്ന് റെഡിയായെന്ന് നോക്കൂ. അതും നല്ല കളറാണിത്. നമ്മൾ ചെറുപയർ പരിപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു യെല്ലോ കളറ് നന്നായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. സ്കൂളിലൊക്കെ കൊടുത്തു വിടാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായയുടെ കൂടെയോ പാൽ ചായയുടെ കൂടെയോ ഒക്കെ വെറുതെ കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടലക്കറിയോ അല്ലെന്നുണ്ടെങ്കിൽ കിഴങ്ങ് കറിയോ ഒക്കെ ഉണ്ടാക്കുമല്ലോ പൂരിയുടെ കൂടെ കഴിക്കാൻ. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടെങ്കിൽ അതും കഴിക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ പൂരി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം.